പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ, പോരാട്ടം ചാനലിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയ്ക്ക് നല്ല അഭിപ്രായങ്ങളും മോശം അഭിപ്രായങ്ങളും പറഞ്ഞ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ അവസരത്തിൽ എൻ്റെ നന്ദി. അതുപോലെ തന്നെ പുതിയ ഒരു കൃഷി രീതിയാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇത് താളിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് 1.5 ഏക്കർ സ്ഥലത്തുള്ള ഒരു കൃഷി രീതിയാണ്. ഇവിടെ കാപ്പിയും ജാതിയാണുള്ളത്. ഇതാണ് കാപ്പിയുടെ സ്ഥിതി. കാപ്പിയിൽ നല്ലപോലെ കായും, സാമാന്യ കായ സംഗതി. ഇവിടെ ഇപ്പം ഞാൻ കാപ്പിക്കുരു പറിക്കാൻ വന്നപ്പം വന്നൊരു കാഴ്ച എന്ന് വെച്ചാൽ, പഴുക്കുന്ന കായ അന്ന് പകലും രാത്രിയായിട്ട് മരപ്പെട്ടിയും കുരങ്ങനും ഇത് നശിപ്പിക്കുക. ഇതുണ്ടോ, ഇതുപോലെ കായുണ്ട്. ഇത് തീർത്ത് കുരങ്ങനും മരപ്പെട്ടി ഇത് കണ്ടോ, ഇതിൻ്റെ പരിപ്പ് തിന്നിട്ട് തൊലി താഴെ ഇട്ടിരിക്കുക. നമ്മളെങ്ങനെ കൃഷി ചെയ്യും? എനിക്ക് ഈ അവസരത്തിൽ നമ്മുടെ കൃഷിമന്ത്രിയോടാണ് ചോദിക്കാനുള്ളത്. അങ്ങ് ഇസ്രയേലിലെല്ലാം പോയിട്ട് 10 രൂപ ആളെയും കൂട്ടിയിട്ട് കൃഷി പഠിക്കാൻ പോയതാണല്ലോ, അത്യാധുനിക രീതിയിലുള്ള കൃഷി രീതി പഠിക്കാൻ പോയിട്ട്. അങ്ങ് അവിടെയോ ഏതെങ്കിലും രാജ്യത്ത് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ വന്യമൃഗങ്ങളെ കൃഷി ഉപദ്രവിക്കുന്നത്? ഈ ഭാരതത്തിലല്ലാണ്ട്. അങ്ങനെ അങ്ങ് എന്താണ് ചെയ്യേണ്ടത്? ഇപ്പം പുതിയ വനനിയമത്തിനെതിരെ ഒരു ബില്ല് പാസ്സാക്കാൻ പോകുന്നു. അങ്ങ് കർഷകരുടെ നേതാവല്ലേ, അങ്ങ് അതിനെതിരെ ഒരക്ഷരം മിണ്ടിയോ? ഈ വന്യമൃഗങ്ങളെയും കൃഷിയെയും കൂടെ ഒന്നിച്ച് എങ്ങനെ കൃഷി ചെയ്യാൻ പറ്റുമെന്നുള്ള ആ മാജിക്ക് നിങ്ങൾ നമ്മളെ ഒന്ന് പഠിപ്പിച്ചു തന്നാൽ വളരെ നന്നായിരിക്കുന്നു. ഒരൊറ്റ കാര്യം കൂടെ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. നമ്മളെ പഠിപ്പിച്ചിരിക്കുന്ന ആകാശത്തു നിന്ന് ദൈവങ്ങളെല്ലാം താഴേക്ക് ഇറങ്ങി വന്നേ. അവർ ആകാശത്തു നിന്ന് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരാൻ പറ്റുമെങ്കിൽ ഇവിടുന്ന് ഇവരെന്തിനാണ് ഈ കടുവയുടെയും സിംഹത്തിൻ്റെയും ആനയുടെയും ഒട്ടകത്തിൻ്റെയും പുറത്ത് യാത്ര ചെയ്യാൻ പോയത്? അവർക്ക് ഇവിടുന്ന് അവർ വിചാരിക്കുന്ന സ്ഥലത്തേക്ക് ചെന്നിറങ്ങാനുള്ള മാഞ്ചിക്ക് അവരുടെ കയ്യിലില്ലേ? ഇങ്ങനെ ഈ അന്ധവിശ്വാസം വെച്ചിട്ട് ഇങ്ങനെ ഈ ഭാരതത്തിലെ ജനങ്ങളെ സായിപ്പന്മാർക്ക് വേണ്ടി വിറ്റ് എൻ്റെ മന്ത്രി, ഇതൊന്നും ശരിയില്ല. കർഷകർക്ക് ജീവിക്കണം. ഞാൻ തന്നെ 4 പണിക്കാർക്ക് 200 ദിവസം വർഷത്തിൽ പണി കൊടുക്കുന്ന ആളാണ്. രാവിലെ 8:30 മുതൽ 1:30 വരെ 800 രൂപ കൂലിയും രാവിലത്തെ കാപ്പിയും കൊടുക്കുന്നുണ്ട്. എനിക്ക് എത്ര കാലം എനിക്ക് തിരിച്ച് ഒരു വരുമാനം കിട്ടാതെ ഇവരെ പോറ്റാൻ കഴിയും? എനിക്കത് സാധിക്കുന്ന കാര്യമല്ല. ഇത് നമുക്ക് പ്രായോഗികമായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന കാര്യമല്ല. ഇതിന് എന്താ വേണ്ടത്? ഈ വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങുന്ന വന്യമൃഗങ്ങളെ വെടിവെച്ചോ എങ്ങനെയെങ്കിലും കൊല്ലാനുള്ള ഒരു അവസരം കൃഷിക്കാർക്ക് ഉണ്ടാക്കി കൊടുക്കണം. അല്ലാണ്ട് ഈ ഫോർ ദ എക്സാമ്പിൾ ഒരൊറ്റ ഉദാഹരണം ഞാൻ പറഞ്ഞോട്ടെ. എനിക്കൊരു 2 ഏക്കർ പറമ്പുണ്ട്. ഞാൻ അതിൻ്റെ അകത്ത് 2 പശുക്കളെ അഴിച്ച് വിട്ടിട്ട് എനിക്ക് കൃഷി ചെയ്യാൻ പറ്റുമോ? കെട്ടിയിട്ടിട്ട് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും. പശുക്കളെ കൂട്ടിൽ കെട്ടിയിട്ട് വളർത്തി പുല്ല് ചെത്തിയിട്ട് കൊടുത്തിട്ട് അല്ലെന്നുണ്ടെങ്കിൽ മറ്റു മരത്തിൽ കെട്ടിയിട്ട് വളർത്താൻ നമുക്ക് പറ്റും. അല്ലാണ്ട് ഇതിനെ അഴിച്ചു വിട്ടിട്ട് കൃഷി ചെയ്യാനുള്ള ഒരു വിദ്യ അങ്ങ് കാണിച്ചു തരുവാണെന്നുണ്ടെങ്കിൽ അങ്ങേക്ക് ഈ സ്ഥലം ഫ്രീ ആയിട്ട് ഞാൻ തരും. വെറുതെ ചപ്പടാച്ചി പറഞ്ഞിട്ട് ജനങ്ങളെ പറ്റിച്ചിട്ട് ജൂൺ മാസം ആകുമ്പോൾ ഇത്രയും വലുപ്പത്തിലുള്ള ഒരു വാഴത്തൈ കൊടുത്തിട്ട് അല്ലെന്നുണ്ടെങ്കിൽ 2 കരിയേപ്പിൻ്റെ തൈ കൊടുത്തിട്ട് അതൊന്നും അല്ല കൃഷി വകുപ്പ് വേണ്ടത്. സുഹൃത്തുക്കളെ, ഈ 1.5 ഏക്കറിൽ കാപ്പിയും ജാതിയായിരുന്നു കൃഷി. അവിടുത്തെ കാപ്പിയുടെ കൃഷി ഞാൻ കാണിച്ചു. അതിനുശേഷം ഇതിൻ്റെ അകത്ത് 60 ജാതിയുണ്ട്. ഈ 60 ജാതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ കൊല്ലം 7 കിൻഡൽ ഉണക്കക്കാ കിട്ടിയത്. അതിൻ്റെ അകത്ത് 350 രൂപ നമുക്ക് അന്ന് വില ഇപ്പോൾ ഉണ്ട് നിലവിൽ വില. ഈ കൊല്ലം അതിലൊക്കെ കൂടുതൽ കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ നോക്കുമ്പോൾ സാധാരണ ജാതി ഇപ്പം ഇലയില്ലാത്ത രീതി കായ്ച്ച് നിറയേണ്ട ഒരു സമയമാണ്. എല്ലാം കായ്ക്കുന്നു, മുഴുവനും കുരങ്ങനും ഇത് പാറയാനും മലയണ്ണാനും കളയുക. നമുക്കൊരു കാര്യമില്ല അതിപ്പം കൃഷി ചെയ്യുന്നതിന്. എല്ലാം ഇതുങ്ങൾ കാട്ടുമൃഗങ്ങൾ ശല്യം ചെയ്യുക. ഈ വെള്ളക്കാരുടെ പണം, അവർ തരുന്ന ധർമ്മം നമ്മളെ അതിനു വേണ്ടിയിട്ട് നമ്മളെ ഇവിടുത്തെ രാജ്യത്തെ മലമ്പ്രദേശത്തെ കർഷകരെ ഒറ്റിക്കൊടുത്തുകൊണ്ട് ഇവന്മാർ ചെയ്യുന്ന ഒരു പ്രവൃത്തി നോക്കണേ. ഇവിടെ ജീവിക്കാൻ നിർവാഹമില്ലാതെ. അതുപോലെ തന്നെ ഇവിടെ 115 കർഷകർ റീബിൽ കേരള മടുത്തിട്ട്, വന്യമൃഗങ്ങളുടെ ശല്യം കാരണം മടുത്തിട്ട് റീബിൽ കേരള എന്ന് പറഞ്ഞ ഇതിലേക്ക് ഇവർ സ്ഥലം വിട്ടുകൊടുത്തു. 18 കുടുംബങ്ങളുടെ സ്ഥലം എടുത്തിരിക്കുന്നത്. 2 കോടി ഉറുപ്പ്യ പോലും അതിനിപ്പോൾ ആയിട്ടില്ല. 800 കോടി ഉറുപ്പ്യ ഇതിന് പല ഭാഗങ്ങളിൽ ഇങ്ങനെ വന്യമൃഗ ശല്യം ഉള്ളിടത്തെ കൃഷികൾ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് യുനെസ്കോയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ആ പണമാണ് ഇപ്പോൾ ഇവന്മാർ നമ്മുടെ ഭരണകൂടം അതും കൈയിട്ട് വാരി ഇങ്ങനെ നമ്മളെ മുടിപ്പിക്കുന്ന ഒരു ഭരണകൂടം. ഇത് ഈ ഒരു കാപ്പിയിൽ നിന്ന് കിട്ടിയ കാപ്പിക്കുരുവാണ്. ഈ അവസരത്തിൽ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഈ പന്നീനെയൊക്കെ കൊല്ലുന്ന കാര്യം ചർച്ച ചെയ്തുകൊണ്ട് ഈ ടി വി ചാനലിലെല്ലാം വരുന്ന അവിടെ പരിസ്ഥിതിവാദികൾ പറയായിരുന്നു അതിനെ കൊല്ലാൻ പാടില്ല എന്ന്. അത് എന്ന് പറയുന്ന കർഷക സംഘടന നിയമ പോരാട്ടം നടത്തി നേടിയെടുത്തതാണ്. ചില രാഷ്ട്രീയ പാർട്ടിക്കാർ പറയലുണ്ട് ഞങ്ങളങ്ങ് അധികാരത്തിൽ പന്നിയെ കൊല്ലാനുള്ള അനുവാദം തന്നില്ല എന്ന്. അത് എന്ന് പറയുന്ന ഒരു സ്വതന്ത്ര കർഷക സംഘടനയുണ്ട്. അവരെ ആ നിയമത്തിലൂടെ നേടിയെടുത്തതാണ്. അന്നേരം ഈ പരിസ്ഥിതിവാദികളെ വിചാരം ഈ പന്നീനെ കൊല്ലണമെന്നൊക്കെ കർഷക സംഘടനയുടെ ആളുകൾ വന്ന് പറയുമ്പോൾ അവൻ്റെ
ബുദ്ധിമുട്ടായിരുന്നു മാർക്ക്. ഇപ്പം കൊന്നപ്പോൾ ആർക്കും ഒരു പ്രശ്നവുമില്ല. ബഹുമാനപ്പെട്ട നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിജി ഈ കേരളത്തിലെ 1,30,00,000 കർഷകർക്കും ഇന്ത്യയിലെ 5 സംസ്ഥാനങ്ങളിലായി കൃഷി ചെയ്യുന്ന കർഷകർക്കും ജയറാം രമേശ്, ബിനോയ് വിശ്വം എന്ന് പറയുന്ന ബുദ്ധിജീവികൾ വരുത്തി വെച്ചതിൻ്റെ ഭവിഷ്യത്താണ് ഇന്ന് ഈ കർഷക മേഖലയിൽ ഈ ദുരിതത്തിനെല്ലാം കാരണം. അവരുടെ വിവേചനരഹിതമായ ഓരോ നടപടികളാണ് ഇന്ന് കാട്ടിൽ വളരേണ്ട കാട്ടുമൃഗങ്ങൾ നാട്ടിലിറങ്ങി കർഷകൻ്റെ കൃഷി നശിപ്പിക്കുന്ന ഒരു സ്ഥിതിയിലെ എത്തിച്ചിരിക്കുന്നത്. അങ്ങ് സാധാരണക്കാരനായി പാവപ്പെട്ടവൻ്റെയും കർഷകൻ്റെയും വേദന അറിയുന്ന അങ്ങേക്ക് ഇതിലൊരു ഇടപെടലുണ്ടായി ഇതിനൊരു ശാശ്വതമായ പരിഹാരമുണ്ടാക്കി തന്ന് ഈ കാട്ടിൽ വളരേണ്ട ജീവികളെ കാട്ടിൽ നിലനിർത്തിക്കൊണ്ട് കർഷകന് കൃഷി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കിത്തരണമെന്ന് വിനയത്തിൻ്റെ ഭാഷയിൽ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇത് കർഷകരുടെ എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. അങ്ങ് ഇതിലിടപെട്ടുകൊണ്ട് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കിത്തരണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു വീഡിയോയുമായി 10 ഏക്കറിലെ ഫ്രൂട്ട്സ് കൃഷിയുടെ കാഴ്ചകളുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.